ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ലോക ഫുട്ബോളിന്റെ മഹാവേദിയിൽ കടന്നു പോയത് അങ്ങേയറ്റത്തെ ഗതികേടിന്റെ രാത്രിയാണ്. അർജന്റീന പോലെ ഇതിഹാസങ്ങൾ ഏറെ ഫുട്ബോൾ ലോകത്തിന് സമ്മാനിച്ച ഒരു മണ്ണിൽ നിന്ന് വന്ന ഒരു 20 വയസ്സുകാരൻ ജിയാൻലുക്കി പ്രസ്നി, അവൻ ഒരു താരത്തിനെതിരെ വംശീയതയുടെ അങ്ങേയറ്റത്തെ വിഷവിത്തുകൾ പറിച്ചെറിയുന്ന ഒരു കാര്യം ഇന്നലെ ഫുട്ബോൾ ലോകം ഞെട്ടലോടെയാണ് സാക്ഷികളായത്. എന്നിട്ടും അവനൊരു കുറ്റബോധമില്ല. 20-ാം വയസ്സിലും അവന്റെ കുട്ടികളി എന്ന് പറയുന്നത് പ്ലേയേഴ്സ് ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞുകളയല്ലേ? അത് തീർച്ചയായും ഒന്നാണ്. അത് ക്രിമിനൽ മൈൻഡ് സെറ്റ് ആണ് അവൻ്റെതുള്ളത്. അവനെ ഇനിയും തടയാൻ യുഎഫ്എയുടെ തമ്പ്രാക്കളെ വിനിക്ക് യെല്ലോ കാർഡ് കൊടുത്തിട്ട് അവന് റെഡ് കാർഡ് പോട്ടെ, യെല്ലോ കാർഡ് കൊടുക്കാൻ പോലും തയ്യാറാത്ത സാറന്മാരെ, ഇത്രയും മണിക്കൂറുകൾ ഇത്രയായിട്ടും സ്റ്റേറ്റ്മെന്റുകൾ എടുത്തോണ്ടിരിക്കുന്ന സാറന്മാരെ, യുഎഫ്എയുടെ തമ്പ്രാക്കളെ, റഫറി തമ്പ്രാക്കളെ ഒന്നോർത്തോളൂ. അവനെ ഇങ്ങനെ അഴിച്ചുവിടാനാണെങ്കിൽ, അവനെ അല്ല ഇങ്ങനത്തെ മൈൻഡ് സെറ്റ് ഉള്ളവരെ അഴിച്ചുവിടാനാണെങ്കിൽ ലോക ഫുട്ബോളിന്റെ ഭാവി അവതാളത്തിലാണ്. ലോക ഫുട്ബോളിന്റെ ഭാവിയുടെ അടിത്തറ ഇളകലാണ്. അത് ആ മരണമൊഴി മുഴങ്ങലാണത്. അവിടെയും തീർന്നില്ല. ഇപ്പോഴും യുഎഫ്എ പാദസേവ ചെയ്യുകയാണ് അവന് വേണ്ടി എന്ന് തന്നെ പറയണം. മണിക്കൂറുകൾ ഇത്ര കഴിഞ്ഞിട്ടും ഒരു ഫൈൻ പോലും ഇടാൻ തയ്യാറാകുന്നില്ലെങ്കിൽ, എംബാപ്പെ ഇന്നലെ ചോദിച്ചതുപോലെ യുഎഫ്എയുടെ ടെക്നോളജികൾ എവിടെ പോയി അത് പ്രൂവ് ചെയ്യാൻ പറ്റാതെ ഒരു പേടിത്തൊണ്ടൻ മുഖം പൊത്തിയിട്ട് അവൻ കൊരങ്ങ എന്നൊരു താരത്തെ വിളിച്ചുവെങ്കിൽ അതിന് യെല്ലോ കാർഡ് വേണ്ട, റെഡ് കാർഡ് വേണ്ട, ഒരു യെല്ലോ കാർഡെങ്കിലും കൊടുക്കാമായിരുന്നല്ലോ. വരുന്നുണ്ട് ഹോസെ മൊറീനോ. അപ്പോൾ തന്നെ എനിക്ക് ഇതിൽ ആരുടെ ഭാഗത്തെ തെറ്റെന്ന് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ഞാൻ ന്യൂട്രൽ സ്റ്റാൻഡാണ് എടുക്കുന്നത്. ലോക ഫുട്ബോൾ ഇത്രയും ബഹുമാനിക്കുന്ന ഒരു പരിശീലകന് ചേർന്നതല്ല ആ വാക്കുകൾ. വരുന്നുണ്ട് ഒട്ടോമെന്റി. അപ്പോൾ തന്നെ സഹതാരത്തെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട്, എനിക്ക് വേൾഡ് കപ്പ് ഉണ്ടോ, നിനക്ക് എന്തുണ്ടോ എന്ന് വിനിയെടുത്ത് ചോദിച്ചുകൊണ്ട്, ഒട്ടോമെന്റി വേൾഡ് കപ്പ് അല്ല യുഎഫ ചാമ്പ്യൻസ് ലീഗ് എന്ന് സ്നൈഡർ പറഞ്ഞതുപോലെ ഒട്ടോമെന്റിക്ക് ആരെങ്കിലും വന്ന് പറഞ്ഞു കൊടുക്കണം. താങ്കൾ സമയം കിട്ടിയാൽ ഒട്ടോമെന്റി ആ മ്യൂണിസൈസിലേക്ക് ഒന്ന് പോകണം, എന്നിട്ട് ആകാശത്തേക്ക് ഒന്ന് നോക്കണം. ആകാശത്തിന്റെ ഏതോ കോണുകളിൽ നിന്ന് സാക്ഷാൽ ഡിയേഗോ മറഡോണ പറയുന്നുണ്ട്, പ്രസ്നി നിക്കോളാസെ മെസ്സിയെ പഠിക്ക്. മെസ്സി ചെയ്തിട്ടുണ്ടോ ഇത്? മറഡോണ ചെയ്തിട്ടുണ്ടോ ഈ പന്ന പരിപാടി? അവരാരും ചെയ്തിട്ടുമില്ല. ഇനി മെസ്സി ചെയ്യുകയുമില്ല ഇനി. കാരണം അദ്ദേഹത്തിന് നന്നായി അറിയാം, വംശീയത എന്ന ലോകം എന്നേ കെട്ടുകെട്ടിച്ച സംഭവമാണ്. എന്നിട്ടും സോഷ്യൽ മീഡിയ തുറന്നാൽ അവന്റെ കള്ളക്കണ്ണീരാണ്. ഞാൻ ബ്രദർ എന്നാണ് വിളിച്ചത്, ഞാൻ അല്ലാതെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്ന കള്ളക്കണ്ണീരാണെങ്കിൽ ആ കള്ളക്കണ്ണീര് കയ്യിൽ വെച്ചാൽ മതി പ്രസ്നി എന്ന് ലോകം ഉറക്കെ വിളിച്ചു പറയുകയാണ്. എന്നിട്ട് വിനി ജൂനിയർ തളർന്നടാ, വിനി ജൂനിയർ ഇനി ഉയർത്തെഴുന്നേപ്പില്ല. അവൻ വംശീയത കൊണ്ട് അവനങ്ങ് തകർന്നു പോയി, ഇത്തരത്തിലുള്ള വൃത്തിയായിട്ട് വർത്തമാനം കൊണ്ട് അവനങ്ങ് തകർന്നു പോയി എന്ന് പറയുന്ന പിഴച്ച പൊളിച്ച മൈൻഡ് സെറ്റ് ഉള്ളവരോടാണ് തലച്ചോറിൽ എന്നും റേസിസം എന്ന ലോകം എന്നേ കെട്ടുകെട്ടിച്ച 21-ാം നൂറ്റാണ്ടിലും ഇത് ചെയ്തതിന് ലോകം ഇത്രയും പ്രതികരിക്കുന്ന ഈ ഐറ്റം തലച്ചോറിൽ ഉള്ളവരോടാണ് ഈ പറയാനുള്ളത്. സാറന്മാരെ, നിങ്ങൾക്ക് ആള് തെറ്റിയതാണ്. അവന്റെ DNA വേറെയാണ്. വംശീയതകൾ ഏറെ സഹിച്ചവനാണ്. കനൽ വഴികളിലൂടെ നടന്നു വന്നവനാണ് അവൻ. ഒരുപാട് പ്രതിസന്ധികളിലൂടെ പൊരുതിയെത്തിയവനാണ്. നിങ്ങളുടെ പിഴച്ചു പിടിച്ച മൈൻഡ് സെറ്റിലുള്ള സപ്പോർട്ട് അവൻ ആവശ്യമില്ല. CBF ബ്രസീലിയൻ ഫുട്ബോൾ ഫെഡറേഷന്റെ സ്റ്റേറ്റ്മെന്റ് പോലെ ലോക ഫുട്ബോളിന്റെ സപ്പോർട്ട് വിനി നിങ്ങൾക്കൊപ്പമാണ് ഈ വിഷയത്തിൽ. അതിൽ ഒരു തർക്കവുമില്ല. ഇഷ്ടപ്പെട്ടു തന്നെ കരുതുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.